ഹായ് ഫ്രണ്ട്സ്, മനു ഗ്ലോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മനയ്ക്കാമന ടെമ്പിളിലാണ് നമ്മൾ പോകുന്നത്. മനയ്ക്കാമന ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ കാറേലേ പോകാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ഹൈറ്റിലുള്ള ഒരു അമ്പലമാണ്. അവിടെ നിന്നാൽ നമുക്ക് എവറസ്റ്റ് ഒക്കെ കാണാം. ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ മേളിൽ നിന്ന് എവറസ്റ്റ് ഒക്കെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തു. എവറസ്റ്റിൻ്റെ നമുക്ക് കുറച്ചിങ്ങനെ കാണാം, മഞ്ഞ് മഞ്ഞ് മൂടി കിടക്കുന്നത് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ കേബിൾ കാറേലാണ് പോകുന്നത്. ഒരു കേബിൾ കാറേൽ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. 5 പേര്, അങ്ങനെ ഞങ്ങൾ 20 പേരുണ്ട്. പല ഇതിലായിട്ടാണ് പോയത്. അപ്പോൾ 5 പേര് കൂടിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അങ്ങനെ കയറി കേബിൾ കാറിൽ പോകുമ്പോൾ നമ്മൾ നാരായണിപ്പുഴയുടെ മേളിൽ കൂടിയാണ് പോകുന്നത്. നാരായണിപ്പുഴ താഴെ കൂടെ പോകുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ കേബിൾ കാറിൽ പോകുന്നത്. കാരണം നല്ല ഹൈറ്റിലാണ്. ഞാൻ ഒത്തിരി പല പ്രാവശ്യം കേബിൾ കാറിൽ പല സ്ഥലത്തും പോയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഒത്തിരി വ്യത്യാസം എനിക്കിതിന് തോന്നിയത്. ഇത് ഒത്തിരി ഹൈറ്റിലാണ് പോകുന്നത്. ഇത് 2.5 കിലോമീറ്റർ കേബിൾ കാറിൽ പോകണം. പിന്നെ 8 മിനിറ്റ് പിടിക്കും നമ്മളവിടെ ചെല്ലാൻ. തിരിച്ചും അതേപോലെ തന്നെ തിരിച്ച് ഈ കേബിൾ കാറിൽ വേണം തിരിച്ച് വരാനും. അന്നേരവും ഇതേ സെയിം ഇത് തന്നെ വേണം. അപ്പോൾ ഈ പുഴയുടെ മേളിൽ കൂടെ പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ മേളിലിരുന്ന് നോക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പച്ചപ്പും ഈ പുഴയും എല്ലാം കൂടെ നമ്മളെ അങ്ങ് അതിശയിപ്പിക്കും. അതുപോലെയാ. പിന്നെ ഒത്തിരി മേളിൽ കയറിയിട്ടും താഴോട്ട് നോക്കുമ്പോൾ പേടി തോന്നും. പക്ഷെ വലിയ കുഴപ്പമില്ല. നമ്മൾ കയറിയതായതുകൊണ്ട് അങ്ങനെ കുഴപ്പം തോന്നുന്നില്ല. പിന്നെ ഒത്തിരി കൃഷിയിടങ്ങൾ കാണാം. ഈ 8 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മിനിറ്റിൽ കൂടുതൽ നമുക്കങ്ങ് തോന്നിക്കുകയാ. കാരണം ഇങ്ങനെ ഈ സ്ഥലങ്ങൾ കാണുന്നതുകൊണ്ടായിരിക്കും. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഒത്തിരി ഇത് തോന്നിക്കുന്നുണ്ട്. ഒത്തിരി നമ്മൾ ദൂരം പോയതായിട്ട്. പിന്നെ നെൽകൃഷിയാണ് കൂടുതലും. ഒരേ ഹൈറ്റിലെല്ലാം കണ്ടമല്ല, കരഭൂമിയിലുള്ള നെൽകൃഷിയാ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ജീരക റൈസ് പോലത്തെ ഒരു അരികൾ നെല്ലാണെന്ന് തോന്നുന്നു അവിടുത്തെ കൃഷി ചെയ്യുന്നത്. കാരണം കുഞ്ഞു കുഞ്ഞു അരികളാണ്. അപ്പോൾ ഒത്തിരി കൃഷിയുണ്ട്. എല്ലാം ഇങ്ങനെ നെല്ല് നന്നായിട്ട് ഗോതമ്പിൻ്റെ കളറിൽ വിളഞ്ഞ് കിടക്കുക. കാണാൻ നല്ല ഭംഗിയാ. തട്ട് തട്ടായിട്ട് കിടക്കുന്നു. അത് തന്നെ ഭയങ്കര അതിശയമാണ് കാണാൻ. അങ്ങനത്തെ കരഭൂമിയിൽ നമ്മളാരും ഇങ്ങനെ കൃഷി ഇങ്ങനെ കാണുന്നില്ലല്ലോ. പക്ഷെ നല്ല ഭംഗിയാ അത്. അത് തന്നെ നോക്കി നമുക്ക് നിൽക്കാൻ തോന്നും. അതുപോലെ ഭംഗിയാ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ കേബിൾ കാറേൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് വരുന്നവരും ഇങ്ങനെ പോകുന്നുണ്ട്. അതെല്ലാം കാണാൻ ഭംഗിയാട്ടോ. ഇങ്ങനെ ബോക്സിനകത്തിട്ട് ഇരിക്കുന്നത് കാണാനും നല്ലൊരു ഭംഗിയാ. കേറേണ്ടത് തന്നെ. ഒരു പ്രാവശ്യം നമ്മളിത് കേറേണ്ടത് തന്നെയാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിലെ ഇങ്ങനെ യാത്ര ചെയ്ത് 8 മിനിറ്റ് ഏതായാലും താഴെ വരണമെങ്കിൽ 8 മിനിറ്റ് എത്തണം. പിന്നെ ഇപ്പം ഇനി താഴെ ചെന്നിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാനായിട്ട്. താഴെയല്ല, മേളിൽ ചെന്നിട്ട് വേണം അമ്പലത്തിൽ പോയി ചെല്ലാനായിട്ട്. കാരണം ഈ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 500 മീറ്റർ നമ്മൾ അമ്പലത്തിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ ആ നടക്കുന്ന വഴി ഒത്തിരി കടകളൊക്കെ. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയായിട്ട് ഈ മഞ്ഞ കളറിൽ നിൽക്കുന്ന എല്ലാം നെൽപ്പാടാട്ടോ അത്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മഞ്ഞപ്പ് എന്താണെന്നറിയില്ല. ഇത് ശരിക്കും നെൽകൃഷിയാ. നെല്ല് വിളഞ്ഞ് കിടക്കുന്ന കണ്ടോ. ആ കതിരേലിങ്ങനെ നിൽക്കണം. അതിനകത്ത് അവിടെ ആളുകൾ കൊയ്യുന്നൊക്കെയുണ്ട്. വിളവെടുക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ അവിടെ കൊയ്ത്തും നടക്കുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ട്ടോ. കാരണം ഈ മണല് കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ. മണൽപ്പാടം പോലെ. പക്ഷെ നെൽകൃഷിയാ. കാണാൻ നല്ല രസാ കാണാനും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ് കണ്ടോ ഇവിടെ എത്തിച്ചേർന്നു. ഇതാണ് മലയുടെ മേളിൽ എത്തിയതാണ് ഈ കേബിൾ കാറേൽ. അപ്പോൾ ഇനി അവിടുന്ന് ഇറക്കി ഞങ്ങളെ ഇറക്കും. ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആളുകളെ കയറ്റുന്നുമുണ്ട്. കയറ്റി തിരിച്ചങ്ങോട്ടും താഴോട്ടും പോകുന്നുണ്ട്. ഞങ്ങളിനി ഇവിടെ എല്ലാം കണ്ടിട്ട് ഞങ്ങളിനി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ച് പോകുന്നുള്ളൂ. ഇപ്പം ഞങ്ങളിനി ഇവിടുന്ന് ഇറങ്ങി പതുക്കെ കണ്ട് പോകുന്നു. അപ്പോൾ മൊത്തം കടകളാ. പിന്നെ നമ്മൾ മേളിൽ ചെല്ലുമ്പോൾ വിചാരിക്കും അയ്യോ ഇത്രയും മേളിൽ ഇത്രയും കടയുണ്ടോയെന്ന്. പക്ഷെ ഒത്തിരി കടകളാ. അമ്പലത്തിലേക്കുള്ള വഴിപാട് സാധനങ്ങളാണ് എല്ലാം. പിന്നെ കോഴി ആടുമാണ് അമ്പലത്തിലെ പ്രധാന വഴിപാട്. അവിടെ ബലി കൊടുക്കലാണ്. ദേവീക്ഷേത്രമാണിത്. അപ്പോൾ അവിടെ ബലി കൊടുക്കലാണ് മെയിൻ. പിന്നെ അവിടെ ഒത്തിരി പേരിങ്ങനെ ചെണ്ട കൊട്ടുകയും പിന്നെ പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക ഇതൊക്കെയുണ്ട്. ഇതൊക്കെ അവരുടെ എന്തോ, എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. നല്ലൊരു ഇതാ. പിന്നെ അവിടുത്തെ 2, 3 മണിക്കൂർ ഞങ്ങൾ ക്യൂ തന്നെ നിന്നു. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു അന്ന്. പിന്നെ ഇങ്ങനെ തേങ്ങ അങ്ങനെയുള്ള പൂവ് ഇതെല്ലാം നമ്മൾ നേദിക്കാനായിട്ട് അകത്തോട്ട് വാങ്ങിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതെല്ലാം അകത്ത് പൂജിച്ച് നമുക്ക് പ്രസാദമായിട്ടൊരു സ്വീറ്റാണ് തരുന്നത്. അതും തന്ന് ഞങ്ങൾ ആ സ്വീറ്റും കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നിട്ട് ഈ തേങ്ങ നമ്മൾ ഇവിടെ ഒരു പൊട്ടിക്കുന്ന ഒരു സാധനമുണ്ട്. ആ സാധനത്തിൽ വെച്ച് നമ്മൾ പൊട്ടിച്ചിട്ട് ആ തേങ്ങാവെള്ളം കയ്യിലെടുത്ത് കുടിക്കുകയാണ്. അങ്ങനെ പിന്നെ അതെല്ലാം കണ്ട് ഞങ്ങൾ താഴോട്ട് പിന്നെ പോരാനായിട്ട് പിന്നെ കേബിൾ കാറിൻ്റെ അങ്ങോട്ട് പോയി. അവിടെ അങ്ങനെ താഴോട്ട് അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ കേബിൾ കാറിൽ അങ്ങ് പോയി.